പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ സംഭവിക്കുന്നത് സിനിമാ കഥയെ പോലും വെല്ലുന്ന ട്വിസ്റ്റുകളാണ്. ഭർത്താവിനെതിരായ പരാതികൾ കള്ളമെന്ന് വെളിപ്പെടുത്തൽ നടത്തിയ പറവൂർ സ്വദേശിനിയായ യുവതി ഇപ്പോഴും ഇരുട്ടിന്റെ മറവിലാണ്. പല രീതിയിൽ സംശയങ്ങളും ദുരൂഹതയും ഉണർത്തുന്നതാണ് പുതിയ വെളിപ്പെടുത്തലുകളും മൊഴിമാറ്റവും. സ്വന്തം മാതാപിതാക്കളെ പോലും തള്ളിപ്പറഞ്ഞ് അവൾ രംഗത്തെത്തിയത് സമ്മർദ്ദം കാരണമാണോ? മൊഴിമാറ്റത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? യുവതിയെ ആരെങ്കിലും തടങ്കലിൽ വെച്ചിരിക്കുകയാണോ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ ആരാണ് ഇവിടുത്തെ നിയമ സംവിധാനത്തെ കബളിപ്പിക്കുന്നത്? വീട്ടുകാർ ആവശ്യപ്പെട്ടത് കാരണമാണ് സ്ത്രീധന പീഡന പരാതി നൽകിയതെന്ന് യുവതിയും, രാഹുലിന്റെ കുടുംബത്തിന്റെ സമ്മർദ്ദം മൂലമാണ് മൊഴിമാറ്റമെന്ന് യുവതിയുടെ പിതാവും പറയുമ്പോൾ നമ്മൾ ആരെ വിശ്വസിക്കണം? പ്രതി രാഹുലിനെതിരെ തനിക്ക് പരാതിയില്ലെന്ന് വ്യക്തമാക്കി യുവതി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുകയാണ്. എന്നാൽ രഹസ്യമൊഴി കണക്കിലെടുത്ത് കേസിന്റെ അന്വേഷണവുമായി മുന്നോട്ടു പോകാനാണ് പോലീസിന്റെ തീരുമാനം. രാഹുലുമായി ഒന്നിച്ച് ജീവിക്കാനാണ് തീരുമാനമെങ്കിൽ അവൾ ആ വഴിക്ക് പോകട്ടെ. പക്ഷേ ആര് പറയുന്നതാണ് സത്യമെന്ന കാര്യം പുറത്തു വരണം. ഭർത്താവ് രാഹുൽ പി ഗോപാലിനെതിരെ ഉന്നയിച്ച പരാതി സമ്മർദ്ദം മൂലമാണെന്നും പരാതി ഉന്നയിച്ചതിൽ പശ്ചാത്താപമുണ്ടെന്നും വ്യക്തമാക്കുന്ന വീഡിയോ യുവതി പുറത്തുവിട്ടതാണ് കേസിൽ വഴിത്തിരിവായത്. രാഹുൽ ചാർജർ കേബിൾ കൊണ്ട് കഴുത്തുമുറുക്കിയെന്നും ബെൽറ്റ് കൊണ്ട് തല്ലിയെന്നും പറഞ്ഞതെല്ലാം കളവാണ്. സ്ത്രീധനം ആവശ്യപ്പെട്ടെന്ന ആരോപണവും യുവതി നിഷേധിച്ചു. എന്നാൽ യുവതിയുടെ മൊഴിമാറ്റം അന്വേഷണത്തെ ബാധിക്കില്ല എന്ന നിലപാടിലാണ് അന്വേഷണ സംഘം. രാഹുലിനെതിരെ യുവതി കോടതിയിൽ നൽകിയ രഹസ്യമൊഴി കണക്കിലെടുത്ത് മുന്നോട്ടു പോകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതേസമയം യുവതി മൊഴിമാറ്റിയത് സമ്മർദ്ദം മൂലമാണെന്ന ആരോപണവുമായി അച്ഛൻ രംഗത്തെത്തി. മകൾ രാഹുലിന്റെ വീട്ടുകാരുടെ കസ്റ്റഡിയിലാണെന്നും അച്ഛൻ പറയുന്നു. അവളിങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് അതിന്റെ പിന്നിൽ ഒരു സമ്മർദ്ദം ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഈ രാഹുലിന്റെ ഭാഗത്ത് നിന്നും ഉള്ളവരുടെ സമ്മർദ്ദമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാതെ അവൾ പറയില്ല. ഭീഷണിയും ഒരുപക്ഷെ അവൾക്കുണ്ടായിട്ടുണ്ടാവാം. 12-ാം തീയതി അടുക്കള കാണൽ ചടങ്ങിന് 26 പേരാണ് പോകുന്നത്. അതിൽ 6-7 കുട്ടികൾ ഒഴിച്ചാൽ ബാക്കി എല്ലാവരും മുതിർന്നവരാണ്. അവരിത് കണ്ട് ബോധ്യപ്പെട്ടതാണ്. അതായത് തലയിലെ മുഴ, പിന്നെ കഴുത്തിൽ മുറുക്കിയ പാടുകൾ, മൂക്കിൽ നിന്ന് രക്തം വാണതിന്റെ അടയാളങ്ങൾ, ഇത്തരം സംഭവിച്ചിട്ട് ഇപ്പോൾ അങ്ങനെ മൊഴിമാറ്റി പറയണമെങ്കിൽ ഒരു സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അവരുടെ കസ്റ്റഡിയിൽ വെച്ചിട്ട് അവര് ശരിക്കും ഇവിടെ സമ്മർദ്ദത്തിന് വിധേയമാക്കി അല്ലെങ്കിൽ ഭീഷണിക്ക് വിധേയമാക്കി പറയിപ്പിച്ചത് തന്നെയാണ്. യുവതിയുടെ അച്ഛന്റെ ആരോപണം രാഹുലിന്റെ കുടുംബം തള്ളുകയാണ്. യുവതിയെ തടവിൽ വെച്ചിട്ടില്ലെന്നും എവിടെയെന്ന് അറിയില്ലെന്നുമായിരുന്നു കുടുംബത്തിന്റെ പ്രതികരണം. യുവതി രാഹുലിനോട് ക്ഷമിച്ചതോടെ കേസ് നിലനിൽക്കില്ലെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ ഷമീം പക്സൻ പ്രതികരിച്ചു. കേസ് റദ്ദാക്കാനുള്ള സത്യവാങ്മൂലം പരാതിക്കാരി ഒപ്പിട്ട് നൽകിയിട്ടുണ്ട്. തുടർ നടപടിക്കായി ഹൈക്കോടതിയെ സമീപിച്ചുവെന്നും അഭിഭാഷകൻ പറഞ്ഞു. പരാതിക്കാരിക്ക് പരാതിയില്ല. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സൗന്ദര്യപ്പിണക്കം മാത്രമാണ് ഇത്. അതിൽ അവർക്ക് പരാതിയില്ലെങ്കിൽ അത് ഗവൺമെന്റ് കോടതി ഹൈക്കോടതി മുമ്പാകെ കോഷ് ചെയ്യാനുള്ള പ്രൊസീഡിങ്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ ഈ പറയുന്ന പോലീസ് തന്നെ ഒരു മാസമായിട്ടും ബഹുമാനപ്പെട്ട JFCM 3 കോടതി, പന്തീരാങ്കാവ് പോലീസ് പരിധിയിലുള്ള JFCM 3 കോടതിയിൽ ഈ പരാതിക്കാരിക്ക് പരുക്ക് പറ്റിയെന്ന് കാണിക്കുന്ന വൂണ്ട് സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ റിപ്പോർട്ട് ഒരു മാസമായിട്ട് ഹാജരാക്കിയിട്ടില്ല. രാഹുലിനെ ഇവിടെ കൊണ്ടുവന്ന് ഹാജരാക്കിയാൽ അത്തരത്തിൽ വൂണ്ട് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ രാഹുലിന് ജാമ്യം കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. യുവതിയെ കാണാനില്ലെന്ന് അച്ഛൻ പോലീസിന് നൽകിയ പരാതിയിൽ അന്വേഷണം തുടങ്ങിയെങ്കിലും താൻ സുരക്ഷിതയാണ് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് യുവതി വീണ്ടും തന്റെ യൂട്യൂബ് ചാനൽ വഴി വീഡിയോ സന്ദേശം പുറത്തുവിട്ടു. യുവതിയുടെ അച്ഛന്റെ പരാതിയിൽ വടക്കേക്കര പോലീസ് എടുത്ത കേസ് തിരുവനന്തപുരം കഴക്കൂട്ടം പോലീസിന് കൈമാറും. പെൺകുട്ടിയെ കാണാതായത് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നായതിനാലാണ് കേസ് കൈമാറുന്നത്. ന്യൂസ് 18 കൊച്ചി. കൊച്ചി നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും എത്തിയാൽ രാത്രി സമയങ്ങളിലും ടാക്സിയും ഓട്ടോറിക്ഷയും ഓടിക്കുന്ന നിരവധി സ്ത്രീകളെ കാണാൻ കഴിയും. പക്ഷേ ഇപ്പോൾ ഈ മെട്രോ നഗരത്തിൽ രാത്രിയും പകലും പുറത്തിറങ്ങാൻ
പലരും ഭയപ്പെടുന്നുണ്ട്. വൈപ്പിനിൽ വനിതാ ഓട്ടോ ഡ്രൈവർക്ക് നേരെ ആക്രമണമുണ്ടായത് കഴിഞ്ഞ രാത്രിയിലാണ്. ആശുപത്രിയിലേക്ക് ഓട്ടം വിളിച്ച 3 പുരുഷന്മാർ ചേർന്നാണ് ജയയെ അതിക്രൂരമായി മർദ്ദിച്ചത്. നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റ യുവതി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്നാൽ അക്രമികളെക്കുറിച്ച് യാതൊരു സൂചനയും പോലീസിന് ഇതുവരെയും ലഭിച്ചിട്ടില്ല. തിങ്കളാഴ്ച രാത്രിയോടെയായിരുന്നു സംഭവത്തിന്റെ തുടക്കം. വൈപ്പിൻ പത്താംകുളങ്ങര ഓട്ടോ സ്റ്റാൻഡിലെത്തി ഒരു യുവാവ് ജയയോട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്നാവശ്യപ്പെട്ടു. ചെറായി ബീച്ചിലുള്ള തന്റെ 2 സുഹൃത്തുക്കളെയും കൂട്ടണമെന്നും ഇയാൾ പറഞ്ഞു. ഏകദേശം രാത്രി 10 മണിയോടുകൂടി പത്താംകുളങ്ങരയിൽ തിരിച്ചെത്തിയ ശേഷം ഇരുചക്രവാഹനമെടുക്കാൻ ബീച്ചിലേക്ക് പോകണമെന്നും ആവശ്യപ്പെട്ടു. തുടർന്ന് അവിടെ വെച്ചായിരുന്നു മർദ്ദനം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഓട്ടം വിളിച്ചത്. ദേവസ്വം നട ചെന്നപ്പം വേറെ 2 പേരും കൂടി കയറി ഓട്ടോയിൽ. അത് കഴിഞ്ഞ് എടപ്പള്ളി സിഗ്നലിൽ അവിടെ ചെന്നിട്ട് അവിടെ ഒരു കൂട്ടുകാരൻ്റെ നിന്ന് പൈസ മേടിച്ചിട്ട് വേണം ഹോസ്പിറ്റലിൽ കൊടുക്കാനായിട്ട്. ഒരു 10 മണിയൊക്കെ ആയപ്പോൾ പള്ളത്താണവരെ ബീച്ചിന്റെ അവിടെ എത്തിയവരെ വണ്ടി അവിടെയാണ് വെച്ചേക്കണേന്ന് പറഞ്ഞു. ആദ്യം പറയും വടക്ക് ഭാഗത്താണ് വെച്ചേക്കണേന്ന് പറഞ്ഞപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ വണ്ടികളൊന്നുമില്ല. ഇട്ടുള്ളൊരു ഭാഗം വന്നപ്പോൾ അവര് വിളിച്ച് ചേച്ചി ഇങ്ങോട്ട് പോകാൻ, ഞങ്ങൾ വണ്ടി അവിടെ വെച്ചേക്കണേന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പറഞ്ഞാൽ അങ്ങോട്ടൊക്കെ ഇരുട്ടാണ്, ഞാൻ വന്നില്ല, നിങ്ങൾ അതുവഴി നോക്ക്. അങ്ങനെ പറഞ്ഞിട്ടാലേ ഒരാൾ ഓടി വന്ന് വായ പൊത്തിപ്പിടിച്ചിട്ട് ബാക്കി 2 പേരും വന്ന് നല്ല ഇടിയിടിച്ച് കയ്യിൽ എന്തോ ഒരു ഇതുണ്ടായിരുന്നു. നട്ടലിന് പൊട്ടലുണ്ട്, കൈ ഒടിഞ്ഞിട്ടുണ്ട്, ഈ വാരിയല് പൊട്ടലുണ്ട്, ഈ ലങ്സിന്റെ അവിടെ ഇങ്ങനെ ഇപ്പൊ കുത്തി ഇതാക്കിയിട്ട് എങ്ങനെയാണ്. എന്റെ എനിക്ക് ഓട്ടോ ഓടിച്ചിട്ടാണ് ഈ കുടുംബം നോക്കണത്. അപ്പൊ എന്റെ ശരീരത്തൊന്നും തൊടാൻ പോലും പറ്റില്ല. മർദ്ദനത്തിന് ശേഷം പ്രതികൾ ഓടി രക്ഷപ്പെട്ടു. ജയയുടെ കരച്ചിൽ കേട്ട പ്രദേശവാസികളാണ് ആശുപത്രിയിൽ എത്തിച്ചത്. നട്ടലിനും വാരിയലിനും ഗുരുതരമായി പരിക്കേറ്റ ജയ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അയാൾ വിളിച്ചപ്പോൾ ഉദയ കോളനിയിൽ നിന്ന് വരുന്നതാണെന്ന് പറയും. ഉദയ കോളനി എന്ന് പറയുന്നത് നമ്മുടെ ഈ കടവന്തുറ ആ പരിസരത്തുള്ളതാണ്. മയക്കുമരുന്നും ഈ ഇതൊക്കെയുള്ള ഒരു ഏരിയയാണത്. ഈ യഥാർത്ഥ സംഭവത്തിൽ നിന്ന് വഴിതെറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് വരെ നമുക്ക് സംശയമുണ്ട്. പിന്നിൽ വേറെ എന്തോ ഗൂഢോദ്ദേശമുണ്ട്, അതായിരിക്കണം സംഭവിച്ചേക്കുന്നത്. കുടുംബത്തിന്റെ പരാതിയിൽ കേസെടുത്ത വൈപ്പിൻ പോലീസ് ആശുപത്രിയിലെത്തി യുവതിയുടെ മൊഴിയെടുത്തു. CCTV അടക്കം പരിശോധിച്ച് പ്രതികളെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ന്യൂസ് 18 കൊച്ചി. ഇടുക്കി മാങ്കുളം 33-ലെത്തിയാൽ മനുഷ്യ ശരീരം ബന്ധരിഞ്ഞതിന്റെ ദുർഗന്ധമാണ്. ജനവാസം അധികമില്ലാത്ത ഒറ്റപ്പെട്ടൊരു പ്രദേശം. അവിടെ വീടിനോട് ചേർന്നുള്ള ഒരു ഷെഡിലാണ് പാറയക്കുടിയിൽ തങ്കച്ചനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 2 ദിവസം പഴക്കമുള്ളതായാണ് സൂചന. സംഭവത്തിൽ പോലീസ് ദുരൂഹത സംശയിക്കുന്നുണ്ട്. തങ്കച്ചന്റെ മരണം കൊലപാതകമോ അതോ ആത്മഹത്യയോ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ്. പ്രദേശത്തുള്ള മറ്റൊരാളാണ് കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം ആദ്യം കണ്ടത്. മാങ്കുളത്തിന്റെ വനാതിർത്തിയിലുള്ള ഉൾപ്രദേശത്താണ് തങ്കച്ചൻ താമസിച്ചിരുന്നത്. ജനവാസം കുറവുള്ള പ്രദേശത്ത് മകനോടൊപ്പമായിരുന്നു ഇയാളുടെ താമസം. മകൻ 2 ദിവസം മുൻപ് സ്ഥലത്തു നിന്നും പോയതായാണ് വിവരം. വിരലടയാള വിദഗ്ധർ ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തി. മൃതദേഹത്തിന് 2 ദിവസം പഴക്കമുള്ളതായാണ് പോലീസിന്റെ നിഗമനം. മൂന്നാർ CIയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 ഇടുക്കി. പോലീസ് പടോളിൽ പരിശോധിക്കുന്നത് കണ്ണൂർ തലശ്ശേരിയിലെ ITI വിദ്യാർത്ഥിയുടെ ദുരൂഹ മരണക്കേസാണ്. പന്ന്യന്നൂർ ഗവൺമെന്റ് ITIയിലെ വെൽഡർ കോഴ്സ് വിദ്യാർത്ഥി പ്രവീൺ കുമാറിനെ കഴിഞ്ഞ ദിവസമാണ് താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് തമിഴ്നാട് സ്വദേശികളായ ബന്ധുക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. തലശ്ശേരി ടൗൺ പോലീസ്
അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. എരഞ്ഞോളിപ്പാലത്തിനടുത്തെ ആഫ്റ്റർ കെയർ ഹോമിൽ തമിഴ്നാട് സ്വദേശിയായ വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് ദുരൂഹതയുണ്ടെന്ന് ആരോപണമുയർന്നത്. പന്നിന്നൂർ ഗവൺമെന്റ് ITIയിലെ വെല്ലർ കോഴ്സ് വിദ്യാർത്ഥിയായിരുന്നു മരിച്ച പ്രവീൺ കുമാർ. 19-കാരനായ ഇയാളെ താമസ സ്ഥലത്താണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തമിഴ്നാട് സ്വദേശികളായ പാണ്ഡ്യരാജന്റെയും മീനാക്ഷിയുടെയും മകനായ പ്രവീൺ കുമാർ 1.5 വയസ്സ് മുതൽ തൃശൂർ ആഫ്റ്റർ കെയർ ഹോമിലായിരുന്നു കഴിഞ്ഞിരുന്നത്. പ്രായപൂർത്തിയായതോടെ തലശ്ശേരിയിലേക്ക് മാറ്റി. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. എൻ്റെ അടുത്ത് കുട്ടി 4:42 എൻ്റെ അടുത്ത് സംസാരിച്ചത്. എൻ്റെ അടുത്ത് അവർ വിളിച്ച് പറഞ്ഞു കുട്ടി 5:30 മരിച്ചെന്നാണ് പറയുന്നത്. പക്ഷെ 5:30 മരിച്ച കുട്ടീനെ അമ്മേനെ എത്ര മണിക്കാണ് വിളിക്കുക? 10 മണിക്കാണ് വിളിക്കുക ഒരു അമ്മേനെ. ആരറിയാണ്ട് ഈ ഹോസ്റ്റലിലേക്ക് ഞങ്ങൾ ചേർത്ത് ഹോസ്റ്റലിൽ നിന്ന് വേറെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവന്ന് ആക്കിയിട്ടുണ്ട്. ഇതുവരെയ്ക്കും 4 മാസം എൻ്റെ മോനെ ചികിത്സ എടുത്തിട്ടുണ്ട്. ഈ 4 മാസം വരെയും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, എൻ്റെ വീട്ടുകാരുടെ അടുത്തും പറഞ്ഞിട്ടില്ല എൻ്റെ മോനെ ഇങ്ങനെ ചികിത്സിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ശാപനകാരത്തൊന്നും എടുത്ത് അടിക്കാൻ പാടില്ല എൻ്റെ കുട്ടീനെ. എനിക്കിപ്പോൾ ആരല്ല, എനിക്കാകെ ഒരു കുട്ടിയല്ലോ, എനിക്ക് കയറ്റുവാനില്ല. ഇപ്പം ഞാൻ അതിയായില്ലേ. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 കണ്ണൂർ. മലയാള സിനിമാ മേഖലയിൽ കള്ളപ്പണ ഇടപാടുകൾ നടക്കുന്നുവെന്ന് മുൻപേ ആരോപണമുള്ളതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ നിർമ്മാണ കമ്പനികൾ EDയുടെ നിരീക്ഷണത്തിലായിരുന്നു. അതിനിടെയാണ് മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരെ പരാതി ഉയർന്നു വന്നത്. സംഭവത്തിൽ കേസെടുത്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിർമ്മാതാവ് ഷോൺ ആന്റണിയെ ചോദ്യം ചെയ്തു. നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിറിനെയും ഉടൻ ചോദ്യം ചെയ്യാനാണ് അടുത്ത നീക്കം. ഈ സിനിമയിൽ വ്യാപകമായ രീതിയിൽ സാമ്പത്തിക തട്ടിപ്പ് നടന്നതായി പോലീസിന്റെയും കണ്ടെത്തലുണ്ട്. കഴിഞ്ഞയാഴ്ച ECIR രജിസ്റ്റർ ചെയ്ത ED പറവ ഫിലിംസിന്റെ സൗബിൻ ഷാഹിർ, പിതാവ് ബാബു ഷാഹിർ, ജോൺ ആന്റണി എന്നിവർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് അയച്ചിരുന്നുവെങ്കിലും ഇവർ ഹാജരായില്ല എന്നാണ് സൂചന. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വീണ്ടും നോട്ടീസ് നൽകും. പറവ ഫിലിംസ് കള്ളപ്പണ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് ED അന്വേഷിക്കുക. ചിത്രത്തിന്റെ നിർമ്മാണത്തിന് 7 കോടി രൂപ മുതൽ മുടക്കിയ അരൂർ സ്വദേശി സിറാജിന്റെ പരാതിയിൽ പോലീസ് വഞ്ചനാ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. സിനിമാ നിർമ്മാതാക്കൾക്കെതിരെ ഹൈക്കോടതിയിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. നിർമ്മാതാക്കൾ നടത്തിയത് മുൻധാരണ പ്രകാരമുള്ള ചതിയാണെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയായെന്ന് പരാതിക്കാരനെ വിശ്വസിപ്പിച്ചു. 22 കോടി രൂപ സിനിമയ്ക്കായി ചിലവാക്കിയെന്ന നിർമ്മാതാക്കളുടെ വാദം കള്ളമാണ്. 18.65 കോടി രൂപ മാത്രമാണ് നിർമ്മാണ ചിലവ്. സിനിമയ്ക്കായി നിർമ്മാതാക്കൾ 1 രൂപ പോലും മുടക്കിയിട്ടില്ല എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വാങ്ങിയ പണത്തിന്റെ ഒരു ഭാഗം പോലും പരാതിക്കാരന് പറവ ഫിലിംസ് തിരികെ നൽകിയിട്ടില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാടുകളെ സംബന്ധിച്ച് ED നേരത്തെ തന്നെ പല നിർമ്മാണ കമ്പനികളിലും മറ്റും റെയ്ഡ് നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മഞ്ഞുമൽ ബോയ്സുമായി ബന്ധപ്പെട്ട വിവാദം ഉയരുന്നത്. എന്തായാലും പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയും കോടതിയുടെ പരിഗണനയിലാണ്. തൃശൂരിലെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ പേരിൽ നടന്ന തട്ടിപ്പിൽ പാവപ്പെട്ടവരും സാധാരണക്കാരുമായ നിരവധി പേരാണ് ഇരകളായത്. ഇതോടൊപ്പം വലിയ രീതിയിലുള്ള കള്ളപ്പണ ഇടപാടും നടന്നിട്ടുണ്ട്. ഇത് കണ്ടെത്താൻ ഹൈറിച്ച് സ്ഥാപനത്തിന്റെ രാജ്യത്തെ 13 കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി. കേരളം, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലായിരുന്നു ഒരേ സമയം പരിശോധന. വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിൽ റെയ്ഡ് ഉണ്ടാകുമെന്നാണ് സൂചന.
തൃശൂരിലെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ മണി ചെയിൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണത്തിന് പിന്നാലെയാണ് ED കേസെടുത്തത്. കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു വിവിധയിടങ്ങളിലെ ED റെയ്ഡ്. ഹൈറിച്ച് ഡയറക്ടർമാരായ KT പ്രതാപൻ, ശ്രീന എന്നിവർക്ക് നിക്ഷേപമുള്ള സ്ഥാപനങ്ങൾ, സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലാണ് പരിശോധന. നിക്ഷേപകരിൽ നിന്ന് സമാഹരിച്ച കോടിക്കണക്കിന് രൂപ ഇവർ വിവിധയിടങ്ങളിലേക്ക് വകമാറ്റിയെന്നാണ് കരുതുന്നത്. ഇത് കണ്ടെത്താനാണ് ED 13 ഇടങ്ങളിലായി റെയ്ഡ് നടത്തിയത്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് തൃശൂർ സ്വദേശി പ്രശാന്ത് P. നായരുടെ ബാങ്ക് അക്കൗണ്ട് ED നേരത്തെ മരവിപ്പിച്ചിരുന്നു. ഇയാളുടെ അക്കൗണ്ടിലേക്ക് സ്ഥാപന അക്കൗണ്ടിൽ നിന്ന് 11.91 കോടി രൂപ ട്രാൻസ്ഫർ ചെയ്തതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നു. സ്ഥാപനം മണി ചെയിൻ വഴി 1630 കോടി രൂപ പിരിച്ചിട്ടുണ്ടെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിൽ റെയ്ഡ് ഉണ്ടാകുമെന്നാണ് സൂചന. ന്യൂസ് 18 കൊച്ചി. കന്നഡ സിനിമയിലെ സൂപ്പർ താരമാണ് ദർശൻ ദൂഗുദീപ. സിനിമയിലെ പോലെ തന്നെ മസാല കഥകൾ നിറഞ്ഞ ജീവിതം, നടി പവിത്ര ഗൌഡയുമായുള്ള സൗഹൃദം, ഒടുവിൽ ഒരു കൊലപാതക കേസിൽ അറസ്റ്റും. കന്നഡ സിനിമാ ലോകത്തെ നടുക്കിയിരിക്കുകയാണ് ദർശനും സുഹൃത്തും നടിയുമായ പവിത്രയും അറസ്റ്റിലായ സംഭവം. ചിത്രദുർഗ സ്വദേശിയായ രേണുകാസ്വാമിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഇരുവരും പിടിയിലായത്. നടിക്ക് അശ്ലീല സന്ദേശം അയച്ചതിന്റെ പേരിലാണ് രേണുകസ്വാമിയെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് നിഗമനം. മറ്റ് 10ഓളം പേരെയും ബംഗളൂരു പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു. 2 മാസം മുൻപ് നടന്ന കൊലപാതക കേസിന്റെ ചുരുളഴിഞ്ഞത് പോലീസിന്റെ വിശദമായ അന്വേഷണത്തിലാണ്. ആരാധകരുള്ള കന്നഡ നടനാണ് ദർശൻ ദൂഗുദീപ. താരത്തിന്റെ അറസ്റ്റിന്റെ ഞെട്ടലിനു പിന്നാലെയാണ് ദർശന്റെ സുഹൃത്തും നടിയുമായ പവിത്ര ഗൌഡയെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിൽ ദർശനെ രാവിലെ മൈസൂരിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ചിത്രദുർഗ സ്വദേശിയായ രേണുകാസ്വാമി കൊലപാതകത്തിലാണ് അറസ്റ്റ്. ജൂൺ 9-നാണ് ബംഗളൂരുവിലെ സോമനഹള്ളിയിൽ ഒരു പാലത്തിന് താഴെ അഴുക്കുചാലിൽ നിന്നും കർണാടകത്തിലെ ചിത്രദുർഗ സ്വദേശിയായ രേണുകാസ്വാമിയുടെ മൃതദേഹം കണ്ടെടുക്കുന്നത്. ആദ്യം പോലീസ് ഇതൊരു ആത്മഹത്യയാണ് എന്നാണ് കരുതിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകമാണ് എന്ന് തെളിഞ്ഞത്. അന്വേഷണത്തിനിടെ സാമ്പത്തിക തർക്കത്തിനിടെ രേണുകാസ്വാമിയെ കൊലപ്പെടുത്തിയെന്ന് ഏറ്റുപറഞ്ഞ് 3 പേർ കീഴടങ്ങിയിരുന്നു. തുടർന്ന് 9 പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൊലപാതകത്തിൽ ദർശന്റെ പങ്ക് പുറത്തുവരുന്നത്. ദർശനുമായി അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന നടി പവിത്ര ഗൌഡയെ സമൂഹ മാധ്യമങ്ങളിലൂടെ രേണുകാസ്വാമി നിരന്തരം അശ്ലീല സന്ദേശം അയച്ച് ശല്യപ്പെടുത്തിയിരുന്നുവെന്നും ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുമാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം. രേണുകാസ്വാമിയെ കാണാനില്ലെന്ന പരാതിയിൽ അന്വേഷണം നടത്തി വന്ന ചിത്രദുർഗ പോലീസ് ബംഗളൂരു പോലീസിന്റെ സഹായത്തോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ചിത്രദുർഗയിലെ അപ്പോളോ ഫാർമസി ശാഖയിൽ ജോലി ചെയ്യുകയായിരുന്നു രേണുകാസ്വാമി പവിത്രക്ക് അശ്ലീല സന്ദേശങ്ങൾ അയക്കാറുണ്ടെന്ന് മനസ്സിലാക്കിയ ദർശൻ ചിത്രദുർഗയിലെ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റിനെ ഫോണിൽ വിളിച്ചു. ചിത്രദുർഗയിൽ നിന്ന് നഗരത്തിൽ എത്തിച്ച രേണുകാസ്വാമിയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ഓടയിൽ തള്ളുകയായിരുന്നു. ഇതാദ്യമായല്ല ദർശൻ ഒരു കേസിൽ പ്രതിയാകുന്നത്. ഗാർഹിക പീഡനം, അവിഹിതം, വിവാദ പരാമർശങ്ങൾ തുടങ്ങിയവയിലും താരം പ്രതിക്കൂട്ടിലായിരുന്നു. 2011-ൽ ഭാര്യ വിജയലക്ഷ്മിയുടെ ഗാർഹിക പീഡന പരാതിയെ തുടർന്ന് ദർശനെ അറസ്റ്റ് ചെയ്തിരുന്നു. ദർശൻ തന്നെ ക്രൂരമായി മർദ്ദിച്ചെന്നും ചെവിക്ക് 4 തുന്നലുകൾ വേണ്ടി വന്നെന്നും സിഗരറ്റ് കൊണ്ട് പൊള്ളിച്ചുവെന്നും വിജയലക്ഷ്മി ആരോപിച്ചിരുന്നു. 3 വയസ്സുകാരനായ സ്വന്തം മകനെയും ദർശൻ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. അന്ന് ആ കേസിൽ ദർശൻ റിമാൻഡിൽ കഴിയുകയുമുണ്ടായി. 2021-ൽ മൈസൂരിലെ ഹോട്ടലിൽ വെയിറ്ററെ മർദ്ദിച്ചെന്നാരോപിച്ചും ദർശനെതിരെ കേസെടുത്തിരുന്നു. 2023-ൽ ദേശാടന പക്ഷിയെ കൈവശം വെച്ചതിനും ദർശനെതിരെ കേസുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം കറ്റേര എന്ന ചിത്രത്തിന്റെ വിജയാഘോഷം ബംഗളൂരുവിലെ ഒരു ബാറിൽ വെച്ച് നടത്തിയതും വിവാദമായിരുന്നു. ഇടുക്കി പൈനാവിൽ ഭാര്യാമാതാവിനെയും കുട്ടിയെയും പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ച കേസിൽ ഒരാഴ്ചയായിട്ടും പ്രതിക്ക് വേണ്ടി ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ്. പ്രതി കഞ്ഞിക്കുഴി സ്വദേശി നിരപ്പേൽ സന്തോഷ് നാട് വിട്ടതായാണ് സൂചന.
വിദേശത്തുള്ള ഭാര്യയുടെ ശമ്പളം പൂർണ്ണമായും തനിക്ക് കിട്ടാത്തതിന്റെ പേരിലായിരുന്നു സന്തോഷ് ഭാര്യ വീട്ടിലെത്തി അതിക്രമം കാട്ടിയത്. പ്രതിയെ ഇതുവരെയും കണ്ടെത്താത്തത് പോലീസിന്റെ വീഴ്ചയാണെന്ന് നാട്ടുകാരുടെ ആരോപണം. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇടുക്കി പൈനാവ് 56 കോളനിയിൽ താമസിക്കുന്ന ഭാര്യാമാതാവ് അന്നക്കുട്ടി തമ്പിയെയും ഭാര്യ സഹോദരന്റെ 2.5 വയസ്സുള്ള മകൾ ദിയയെയും പ്രതി സന്തോഷ് വീട്ടിലെത്തി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. ബഹളം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് ഇരുവരെയും ഇടുക്കി മെഡിക്കൽ കോളേജിലെത്തിച്ചത്. സാരമായി പൊള്ളലേറ്റതിനാൽ പിന്നീട് രണ്ടുപേരെയും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അന്നക്കുട്ടിയുടെ നില ഇപ്പോഴും അതീവ ഗുരുതരമായി തുടരുകയാണ്. രക്ഷപ്പെട്ട പ്രതി സന്തോഷിനെ പിടികൂടാത്തതിൽ ഇടുക്കി പോലീസിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് വന്നു. അതിദാരുണമായ ഒരു സംഭവമാണ്. കാരണം ഒരു 2 വയസ്സുള്ളൊരു കുട്ടിയൊക്കെ ഇങ്ങനെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുക, അതേപോലെ അമ്മ സീരിയസ് ആണ്. കാരണം അതീവ ഗുരുതരമായിട്ട് കിടക്കുകയാണ്. ഈ സമയത്ത് പ്രതിയെ തപ്പുന്നുണ്ടെന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. പക്ഷെ എന്താണെന്നറിയില്ല. ഇവിടെ പരക്കെ ആക്ഷേപമുണ്ട് ജനങ്ങൾക്ക്. കൊച്ചിനെ പൊളിച്ച സങ്കടമാണ്. പോലീസിന് പിടിക്കാൻ പറ്റിയില്ല. എന്നെ കൊണ്ടോ ഞങ്ങൾ പിടിക്കാം. ഒരു 12 മണിക്കൂർ സമയം ഞങ്ങളെ പിടിക്കരുത്. ഞങ്ങളെ അങ്ങോട്ട് വന്ന് ഒരു അയച്ചു വിടുവാണെങ്കിൽ പ്രതിദിനെ ഇപ്പൊ കൊണ്ട് 12 മണിക്കൂറിന് ഇപ്പഴും കൊണ്ടുതരും. വലിയ സ്വാധീനമുള്ളവരുണ്ടോ, അല്ല നിയമപരമായിട്ട് അവർക്കതിനെ തടയാനുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടായിട്ടാണോ എന്ന് അറിയത്തില്ല. അവനെ പിടിക്കേണ്ടത് അത്യാവശ്യം. എത്രയും ക്രൂരത ചെയ്തിട്ട് പോയ ഒരു വ്യക്തിയെ വെറുതെ വിടാൻ, പിടിക്കാനാണെങ്കിൽ പിടിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പോലീസിന്റെ അനാസ്ഥ കാരണമാണ് പ്രതിയെ പിടികൂടാനാവാത്തതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. സന്തോഷ് തമിഴ്നാട്ടിലേക്ക് കടന്നതായ സൂചനയെ തുടർന്ന് അതിർത്തി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടന്നുവരികയാണെന്ന് പോലീസ് പറയുന്നു. ന്യൂസ് 18 ഇടുക്കി. റോഡിൽ അഭ്യാസ പ്രകടനം നടത്തുന്നവരും വാഹനം രൂപമാറ്റം ചെയ്യുന്നവരും ഇനി സൂക്ഷിച്ചോ. കടുത്ത നടപടിയിലേക്ക് നീങ്ങുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. ഇടുക്കി ഗ്യാപ് റോഡിൽ അപകടകരമായ രീതിയിൽ വാഹനമോടിച്ച സംഭവത്തിൽ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദു ചെയ്തു. ബൈസൺവാലി സ്വദേശി ഋതുകൃഷ്ണന്റെ ലൈസൻസാണ് ഇടുക്കി എൻഫോഴ്സ്മെന്റ് RTO 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തത്. ഡ്രൈവറോടും സഹയാത്രികരോടും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ശുചീകരിക്കാനും നിർദ്ദേശമുണ്ട്. ജൂൺ 2-നാണ് ഋതുകൃഷ്ണയും സുഹൃത്തുക്കളും മൂന്നാർ ഗ്യാപ് റോഡിൽ കൂടി അപകടകരമായ രീതിയിൽ യാത്ര ചെയ്തത്. അമിത വേഗത്തിൽ പോകുന്ന വാഹനത്തിന്റെ വിൻഡോയിലൂടെ യുവാവും യുവതിയും തലയും ശരീരവും പുറത്തേക്കിട്ടാണ് സാഹസിക യാത്ര നടത്തിയത്. മറ്റ് വാഹനങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചായിരുന്നു യാത്ര. തുടർന്ന് ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഇടുക്കി എൻഫോഴ്സ്മെന്റ് RTO നടപടി സ്വീകരിച്ചത്. സംഭവത്തിൽ ശാന്തൻപാറ പോലീസും ഡ്രൈവർക്കും സഹയാത്രികർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. പണം കൊടുത്ത് കള്ളു കുടിക്കാത്ത ചില ബിരുദന്മാർ നമ്മുടെ ഇടയിലുണ്ട്. നാട്ടുഭാഷയിൽ പറഞ്ഞാൽ ഓസിന് കള്ളു കുടിക്കുന്നവർ. തിരുവനന്തപുരം വർക്കല സ്വദേശി വിനേഷ് ഇതുപോലൊരു കക്ഷിയാണ്. ബെവറേജസ് പ്രീമിയം കൗണ്ടറിൽ നിന്ന് വില കൂടിയ മദ്യക്കുപ്പികൾ മോഷ്ടിക്കും. ഒരു ദിവസം വിവിധ തവണകളായി മോഷണം നടത്തിയ കള്ളനെ ഒടുവിൽ ജീവനക്കാർ കൈയോടെ പിടികൂടി. വർക്കല മുങ്ങോട് സ്വദേശി വിനേഷാണ് പോലീസിന്റെ പിടിയിലായത്. CCTV ക്യാമറകൾ പരിശോധിച്ചാണ് മോഷ്ടാവിനെ ജീവനക്കാർ പൊക്കിയത്.
ബിവറേജസ് ഔട്ട്ലെറ്റിലെ പ്രീമിയം കൗണ്ടറിലെ CCTV ദൃശ്യങ്ങളാണ് ഇവ. വർക്കല മൂങ്ങോട് സ്വദേശി വിനേഷ് ഒരു ദിവസം 3 തവണയാണ് വില കൂടിയ മദ്യം മോഷ്ടിച്ചത്. പക്ഷേ 3-ാം തവണ പിടിവീണു. ഓരോ തവണയും അരക്കെട്ടിൽ ഒളിപ്പിച്ചായിരുന്നു മദ്യക്കുപ്പികൾ കടത്തിയത്. തിരക്കേറിയതിനാൽ ആരും ശ്രദ്ധിക്കില്ല എന്ന ധൈര്യത്തിലാണ് വീണ്ടും ഔട്ട്ലെറ്റിൽ കയറി ഇറങ്ങിയത്. എന്നാൽ CCTVയെ വെട്ടിക്കാൻ വിനേഷിനായില്ല. ആദ്യത്തെ 2 തവണ പ്രതി മദ്യക്കുപ്പികൾ കവർന്നെടുത്ത് കടന്നു കളഞ്ഞതിനു ശേഷമാണ് ജീവനക്കാർക്ക് മദ്യക്കുപ്പികൾ നഷ്ടപ്പെട്ട വിവരം മനസ്സിലാകുന്നത്. തുടർന്ന് വീണ്ടും പ്രതി പ്രീമിയം കൗണ്ടറിൽ എത്തിയതോടെ ജീവനക്കാർ CCTV ക്യാമറ നിരീക്ഷിക്കുകയായിരുന്നു. അങ്ങനെയാണ് മോഷ്ടാവിനെ കയ്യോടെ പിടികൂടിയത്. വർക്കല പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരുവനന്തപുരം. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലാകുമെന്ന് കേട്ടിട്ടില്ലേ? അത് അമ്പല മോഷ്ടാവായാലും ഡിജിറ്റൽ മോഷ്ടാവായാലും കുടുങ്ങുമെന്ന് ഉറപ്പാണ്. കൊല്ലം കൊട്ടാരക്കരയിൽ നാട്ടുകാർക്കും ഭക്തർക്കും സ്ഥിരം തലവേദന സൃഷ്ടിച്ച ക്ഷേത്രവഞ്ചി മോഷ്ടാവിനെ പിടികൂടിയത് ആധുനിക CCTV ക്യാമറകളുടെ സഹായത്താലാണ്. മോഷ്ടമുതലുമായി കള്ളൻ രക്ഷപ്പെടാൻ ശ്രമിക്കവേ ക്ഷേത്രം ഭാരവാഹികൾ ഒളിച്ചിരുന്ന് കള്ളനെ പിടികൂടുകയായിരുന്നു. ഇതാണ് പനവേലി സ്വദേശി രമണൻ എന്ന് വിളിക്കുന്ന മോഹൻദാസ്. പോലീസുകാർക്ക് ഇയാൾ സുപരിചിതനാണെങ്കിലും ആളെ പിടികൂടാൻ അല്പം പ്രയാസമാണ്. മോഷണ മുതലുമായി മുങ്ങുന്ന രമണൻ തൊട്ടടുത്ത റബ്ബർ തോട്ടങ്ങളിലോ കാടുകളിലോ ആണ് ഒളിച്ചു താമസിച്ചിരുന്നത്. കൊട്ടാരക്കര കോട്ടത്തല ശ്രീ ഭൂതനാഥസ്വാമി ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു മോഷണം. ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചി കുത്തി തുറന്ന് പണമെടുത്ത കള്ളനെപ്പറ്റി ഭാരവാഹികൾക്ക് അറിയിപ്പ് ലഭിച്ചത് CCTV ക്യാമറ വഴിയാണ്. ക്ഷേത്രത്തിൽ രാത്രിയിൽ എന്തെങ്കിലും ചലിച്ചാൽ CCTV വഴി അലാറം ഭാരവാഹികളുടെ മൊബൈലിൽ എത്തും. രാത്രി 1 മണിക്ക് അലാറം മുഴങ്ങിയതോടെ ഭാരവാഹികളും കമ്മിറ്റി അംഗങ്ങളും ക്ഷേത്രത്തിലെത്തി. കള്ളനെ പിടികൂടാനായി പദ്ധതിയിട്ട ഭാരവാഹികൾ ക്ഷേത്രത്തിനു ചുറ്റിലും ഒളിച്ചിരുന്നു. വളരെ സാഹസപ്പെട്ട് കാണിക്ക വഞ്ചികൾ കുത്തിത്തുറന്ന് പണം കവർന്ന ശേഷം ക്ഷേത്രപ്പടികൾ ഇറങ്ങിയെത്തിയ കള്ളനെ ഭാരവാഹികൾ കൂട്ടമായി ചേർന്ന് പിടികൂടുകയായിരുന്നു. താഴെ റോഡിൽ നിന്ന് കയറിയിട്ട് ആദ്യത്തെ പടി കയറിയിട്ട് 2ാമത്തെ പടിയിലോട്ട് കയറുമ്പോഴാണ് ക്യാമറ വെച്ചത്. അത് ക്യാമറ കയറി അവിടെ നിന്ന് ക്യാമറ അടുത്ത് വരുമ്പോൾ ബെല്ല് കയറും. അങ്ങനെ സംവിധാനത്തിലാണ് മൊബൈൽ വെച്ചിരിക്കുന്നത്. കമ്മിറ്റി മെമ്പേഴ്സ് അല്ലാത്ത എല്ലാ മെമ്പേഴ്സിൻ്റെ മൊബൈൽ ടച്ച് ഫോൺ ആയതുകൊണ്ട് ബെല്ല് കയറും. ആ സമയത്താണ് ഇങ്ങനെ 3-4-5 പ്രാവശ്യമാണൊക്കെ പുള്ളിയെ പിടിക്കാൻ കിട്ടുന്നത്. ഇപ്പോൾ എന്നിട്ട് താഴെ പോയുള്ള വഞ്ചി ഉണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ആശാപ്ലേന് കൂട്ടടക്കുക, ചില്ലറ എടുക്കുക, പോരുക. ഇതിലേക്കാ വരും പോക്കും എല്ലാം ഇതിലേക്കാണ്. 15ലേറെ തവണയാണ് ഇയാൾ ഈ ക്ഷേത്രത്തിൽ മാത്രം മോഷണം നടത്തിയിട്ടുള്ളത്. പിടിക്കപ്പെടുന്നത് ഇത് ആദ്യം. പലതവണ മോഷ്ടിക്കാനെത്തിയപ്പോഴും മുഖം മറച്ചും കുട പിടിച്ചുമായിരുന്നു എത്തിയിരുന്നത്. CCTVയിൽ മോഷണ ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു എങ്കിലും പോലീസിന് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ മോഹൻദാസിനെതിരെ കേസുകൾ നിലവിലുണ്ട്. മോഷ്ടാവിനെ പുത്തൂർ പോലീസിന് കൈമാറി. ന്യൂസ് 18 കൊട്ടാരക്കര. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ആലപ്പുഴയിൽ യുവ വ്യവസായിയെ തോക്ക് ചൂണ്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ വഴിത്തിരിവ്. മുഖ്യപ്രതി അനൂപിന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത തോക്ക് വ്യാജമെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. എറണാകുളം കറുപ്പംപടിയിൽ പ്രായപൂർത്തിയാകാത്ത മകളെ ശാരീരികമായി ഉപദ്രവിച്ച പിതാവ് അറസ്റ്റിൽ. ഭാര്യയെ അടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചതായും ഇയാൾക്കെതിരെ കേസ്. കാസർഗോഡ് ഒരു വിഭാഗത്തിന്റെ ആരാധനാലയം ബോംബിട്ട് തകർക്കുമെന്ന് സമൂഹ മാധ്യമങ്ങൾ വഴി ഭീഷണി സന്ദേശം. സംഭവത്തിൽ ടൗൺ പോലീസ് കേസെടുത്തു. ടോൾ ചോദിച്ചതിൽ പ്രകോപിതനായി ടോൾ ബൂത്ത് ഇടിച്ചു തകർത്ത JCB ഡ്രൈവർ. ഉത്തർപ്രദേശിലെ ഹാംപൂർ ജില്ലയിൽ നടന്ന സംഭവത്തിൽ JCB ഡ്രൈവർ അറസ്റ്റിൽ.
300 രൂപയുടെ ആഭരണം അമേരിക്കൻ വനിതയ്ക്ക് 6 കോടി രൂപയ്ക്ക് വിറ്റതിന് രാജസ്ഥാനിലെ വ്യാപാരിക്കെതിരെ കേസ്. വെള്ളി ആഭരണത്തിൽ സ്വർണം പൂശി കബളിപ്പിച്ചതിനാണ് ജയ്പൂർ സ്വദേശിയായ കടയുടമ ഗൗരവ് സോണിക്കെതിരെ കേസെടുത്തത്. ഇന്ന് CCTV ക്യാമറകളില്ലാത്ത വ്യാപാര കേന്ദ്രങ്ങൾ അപൂർവമാണ്. എന്നാലും മോഷണത്തിന് കുറവൊന്നുമില്ല. മിക്ക കേസുകളിലും പ്രതികൾ പിടിയിലാകുന്നതും CCTV ദൃശ്യങ്ങളുടെ സഹായത്താലാണ്. CCTVകളുടെ കൺമുന്നിൽ ചങ്ങനാശ്ശേരിയിൽ നടന്ന ഒരു മോഷണത്തിന്റെ ദൃശ്യങ്ങൾ കൗതുകമുണർത്തും. ചങ്ങനാശ്ശേരിയിലെ ജ്വല്ലറിയിൽ ജീവനക്കാരൻ നോക്കി നിൽക്കെയാണ് ഓരോ പവന്റെ 2 മാലകളുമായി കള്ളൻ കടന്നുകളഞ്ഞത്. ഗുരുവരൻ ജ്വല്ലറിയിൽ വൈകിട്ട് മാല വാങ്ങാനെന്ന രീതിയിലെത്തിയായിരുന്നു മോഷണം. തിരക്കേറിയ നഗരമധ്യത്തിലാണ് മോഷണം നടന്നതെങ്കിലും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പ്രതിയെ പിടികൂടാനാകാത്തത് നമ്മുടെ സംവിധാനങ്ങളുടെ പരാജയമാണെന്ന് പറയാതെ വയ്യ. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.